الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في أسمائه، واحد في صفاته، واحد في ذاته، واحد في أفعاله، ليس كمثله شيء وهو السميع البصير. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. اتقوا الله عباد الله. ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ജീവിതത്തിലുടനീളം കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. റഹ്മാനായ റബ്ബുൽ ആലമീൻ നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ നേതാവ് സയ്യിദുന ഖലീലുല്ലാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചാണ് നാം മനസ്സിലാക്കി വരുന്നത്. ആ റസൂലിന്റെ ശ്രേഷ്ഠതകളിൽ, പ്രത്യേകതകളിൽ പെട്ടതാണ് അദ്ദേഹത്തോടുള്ള കടമകൾ നിർവഹിക്കുക എന്നത്. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഹക്കുകൾ വീട്ടുന്നവരാവുക എന്നത് അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതയും പ്രത്യേകതകളെയും അംഗീകരിക്കുന്നവരുടെ സിഫത്തുകളിൽപ്പെട്ടതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതരാകുന്നു എന്ന് വിശ്വസിക്കുന്നതിലൂടെ, അങ്ങനെ വിശ്വസിക്കാത്തിടത്തോളം ഒരാൾ മുസ്ലിമല്ല. നോക്കൂ, നമ്മൾ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം ഒരാൾ പറഞ്ഞാൽ അയാൾ മുസ്ലിം ആവില്ല. എന്തുകൂടി പറയാതെ വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുകൂടി പറയാതെ, അതേ കലിമത്തിന്റെ, ഏതൊരു കലിമത്താണോ ആദ്യം പറഞ്ഞത് ആ കലിമത്തിന്റെ അതേപോലെ തന്നെ രണ്ടാമത്തെ കലിമത്ത് പറയുകയും അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യാതെ, നോക്കൂ നിങ്ങൾ പ്രിയമുള്ളവരെ, അങ്ങനെ അള്ളാഹുവിന്റെ ദൂതരാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് വിശ്വസിക്കുന്നതിലൂടെ നമ്മിൽ നിർബന്ധമായി തീരുന്ന ചില കാര്യങ്ങളുണ്ട്. അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ അത് വിശദീകരിക്കുന്നു. ഒന്നാമത്തെ കാര്യം എന്താണ്? മൻ ത്വാഅതുഹു ഫീമാ അമറ ബിഹി. മുഹമ്മദ് നബി അള്ളാഹുവിന്റെ നബിയും റസൂലുമാണ് എന്ന് നമ്മൾ പഴയ രീതിയിൽ പഠിച്ചതുപോലെ നാവ് കൊണ്ട് ഉച്ചരിച്ച് മനസ്സിൽ ഉറപ്പിച്ച് നമ്മൾ വ്യക്തമാക്കി വെളിവാക്കി പറയുന്നു എന്ന് പഠിച്ചില്ലേ? അങ്ങനെ തന്നെ പറഞ്ഞാലും ശരി, അങ്ങനെ നമ്മൾ ഷഹാദത്തിന് സാക്ഷ്യം വഹിച്ചവരാണെങ്കിൽ മൻ ത്വാഅതുഹു ഫീമാ അമറ ബിഹി, ദീൻ കാര്യത്തിൽ, മതകാര്യത്തിൽ അദ്ദേഹം കൽപ്പിച്ചതിനെല്ലാം, അല്ലെങ്കിൽ അദ്ദേഹം കൽപ്പിച്ചതെല്ലാം വഴിപ്പെട്ടുകൊണ്ട് നാം സാക്ഷ്യപ്പെടുത്തണം. സുബ്ഹാനല്ലാഹ്. വിശുദ്ധ ഖുർആനിൽ 5-ാം അധ്യായം സൂറത്തു മാഇദയിലെ 92-ാമത്തെ ആയത്തിൽ കാണാം, എന്താ അല്ലാഹു പറയുന്നത്? വഅതീഉല്ലാഹ വഅതീഉർ റസൂല വഹ്ദറൂ ഫഇൻ തവല്ലൈതും ഫഅലമൂ അന്നമാ അലാ റസൂലിനൽ ബലാഗുൽ മുബീൻ. നിങ്ങൾ അല്ലാഹുവെയും റസൂലിനെയും അനുസരിക്കുകയും ധിക്കാരം വന്നുപോകാതെ സൂക്ഷിക്കുകയും ചെയ്യുക. വഹ്ദറൂ. എന്നിട്ടോ ഇനി നിങ്ങൾ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ നമ്മുടെ ദൂതന്റെ ബാധ്യത, റസൂലിന്റെ ബാധ്യത വ്യക്തമായ രീതിയിൽ സന്ദേശം എത്തിക്കുക മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, ആ സന്ദേശം സ്വീകരിക്കുന്നത് അത് ഹുദയാണ്.
ഹുദ സ്വന്തം നന്മയ്ക്കാണ്, രക്ഷയ്ക്കുള്ളതാണ്. എന്നാലോ അത് തിരസ്കരിച്ചാലോ അത് പാപമാണ്, അത് അവനവന്റെ നാശത്തിലേക്കാണ് കലാശിക്കുക. തഫ്സീർ സഅദിയിലൊക്കെ കാണാം. പ്രിയമുള്ളവരെ, ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ മറ്റൊരു ആയത്ത് കൊണ്ടുവരുന്നുണ്ട്. എന്താണ് ആയത്ത്? 47-ാം അധ്യായം സൂറത്ത് ഹുജറാത്തിന്റെ 33-ാമത്തെ ആയത്ത്, സൂറത്ത് മുഹമ്മദിലെ 33-ാമത്തെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വലാ തുബ്തിലൂ അഅമാലക്കും. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവെ അനുസരിക്കുക, റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ മാത്രം അനുസരിച്ചാൽ പോരാ, അവന്റെ റസൂലിനെയും അനുസരിക്കണം. നിങ്ങളുടെ കർമ്മങ്ങളെ നിങ്ങൾ നിഷ്ഫലമാക്കി കളയാതിരിക്കുകയും ചെയ്യുക എന്നാണ്. ഇവിടെ കർമ്മങ്ങളെ നിഷ്ഫലമാക്കി കളയുന്നത് എന്താണ് എന്ന ചർച്ചയിൽ അല്ലാമത്ത് ഇബ്നു കസീർ റഹ്മഹുല്ലാ കൊണ്ടുവരുന്ന കുറെ സംഗതികളുണ്ട്. ഒന്ന് കബായിറുകളാണ്, വൻപാപങ്ങളാണ്. രണ്ടാമത്തത് റിദ്ദത്താണ്, മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പാപങ്ങളിൽ നമ്മയൊക്കെ കാക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ അനുസരിക്കുക, അവന്റെ റസൂലിനെയും അനുസരിക്കുക. കാരണം അനുസരണം നിർബന്ധമാണ്. അള്ളാഹുവിന്റെ റസൂലിന് മതകാര്യത്തിൽ വഴിപ്പെടൽ നിർബന്ധമാണ്. നബി കൽപ്പിച്ച കാര്യങ്ങളെ കൊണ്ടുവരൽ നിർബന്ധമാണ്. മുഅ്മിനീങ്ങളുടെ സിഫത്ത് എന്താ? 7-ാം അധ്യായം സൂറത്ത് അറാഫിന്റെ 157-ൽ ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉ النور الذي أنزل معه أولئك هم المفلحون. അപ്പോൾ അദ്ദേഹത്തിൽ അഥവാ റസൂലിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തെ പിന്തുണക്കുകയും അദ്ദേഹത്തെ സഹായിക്കുകയും അദ്ദേഹത്തോടും ഒപ്പം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ആ പ്രകാശത്തെ അഥവാ വിശുദ്ധ ഖുർആനിനെ, വഹീനെ പിൻപറ്റുകയും ചെയ്യുന്നവരാരോ അവർ തന്നെയാണ് വിജയികൾ. ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം, അദ്ദേഹത്തെ മഹത്വപ്പെടുത്തുകയും അദ്ദേഹത്തിൽ ഗാംഭീര്യം കണക്കാക്കുകയുമാണ്. അദ്ദേഹത്തിന്റെ എന്താ പറയുക, മാഹാത്മ്യത്തെ അംഗീകരിക്കുന്നവരും അതിനെ ഉൾക്കൊള്ളുന്നവരുമാകണമെന്നാണ്. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനക്ക് വിധേയനാകുന്നതിനെതിരെ അള്ളാഹുവിന്റെ റസൂലിന് കാര്യം പറഞ്ഞു. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ എന്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്നു. അപ്പോൾ എനിക്കെതിരെ ഈ കൊണ്ടുവരുന്ന നബിയെ ഇത്തിബാ ചെയ്യുന്ന, നബിയെ അനുസരിക്കുന്ന, ഇത്താഅത്ത് നടത്തുന്ന എനിക്കെതിരെ എന്റെ കുടുംബക്കാരോ എന്റെ ബന്ധുക്കളോ നേതാക്കന്മാരോ നായകന്മാരോ ഈ ലോകം മുഴുവനും എതിരായാൽ പോലും അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നതിൽ നിന്ന് പിന്മാറാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനക്ക് നാം വഴിപ്പെടുക തന്നെ വേണം. കാരണം എന്തറിയോ, അതിന് സഹായകമാകുന്ന ഒരു ഈമാനിക ബന്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുഅ്മിനീങ്ങളും തമ്മിൽ അല്ലാഹു ബന്ധിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂലിനെയും മുഅ്മിനീങ്ങളെയും തമ്മിൽ അത്തരത്തിലൊരു ബന്ധമാണ് അല്ലാഹു ഉണ്ടാക്കി തീർത്തിട്ടുള്ളത്. നോക്കൂ, നമ്മൾ വിശുദ്ധ ഖുർആൻ നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ വന്ന് ചർച്ച ചെയ്തു. അള്ളാഹുവിന്റെ റസൂലിനോടാണ് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ബന്ധമുള്ളത്. ഉപ്പയോടോ ഉമ്മയോടോ ഭാര്യയോടോ മക്കളോടോ ഭർത്താവിനോടോ നാടിനോടോ അല്ലെങ്കിൽ നാട്ടു സംസ്കാരങ്ങളോടോ അല്ല, ഖലീലുല്ലാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. എന്താ തെളിവ്? അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനീങ്ങൾക്ക് സ്വന്തം ദേഹത്തെക്കാളും അടുത്ത ആളാകുന്നു. ഔലവിയ്യത്ത്, പ്രാഥമികത്വം ആർക്കാണ്? നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. നോക്കൂ, നിങ്ങൾ ഇവിടെ മുഅ്മിനീങ്ങളോട് ഏറ്റവും ബന്ധമുള്ളത് റസൂലിനാണ് എന്ന് പറയുന്നതിന് വിശദീകരിക്കുന്നിടത്ത് മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണ് അദ്ദേഹം പറയുന്നത്? ഞാൻ അതിനെ മലയാളീകരിച്ച് ചുരുക്കി പറയാണ്. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഔലബിയത്ത്, പ്രാഥമികത്വം കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് സ്വന്തം ശരീരത്തിൽ പോലും ആധികാരികമായി ഒരു വിധി നടപ്പിലാക്കാൻ അവകാശമില്ല. പ്രത്യുത അവൻ അള്ളാഹുവിന്റെ റസൂലിന്റെ വിധിയാകട്ടെ സ്വീകരിക്കേണ്ടത് എന്നാണ്. സുബ്ഹാന ജല്ല ജലാലു. നമ്മളൊന്ന് ആലോചിച്ച് പ്രിയപ്പെട്ടവർ, എത്രത്തോളം റസൂലുമായി നമുക്ക് ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ ഒരു മേഖല വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്തുൽ നിസാഇന്റെ 65-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത്. فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم
لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. ഇല്ല, നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. അവർക്കിടയിൽ ഭിന്നതയുണ്ടായ കാര്യത്തിൽ നബിയെ അവർ താങ്കളെ വിധികർത്താവാക്കുകയും താങ്കൾ വിധി കൽപ്പിച്ചതിനെ പറ്റി പിന്നീട് അവരുടെ മനസ്സുകളിൽ ഒരു വിഷമവും തോന്നാതിരിക്കുകയും അത് പൂർണ്ണമായി സമ്മതിച്ച് അനുസരിക്കുകയും ചെയ്യുന്നത് വരെ അവർ മുഅ്മിനീങ്ങളാവുകയില്ല. യാ അല്ലാഹ്, നബിയുടെ വിധിയാണ് മുഅ്മിനീങ്ങൾക്ക് പ്രധാനം. അത് പരിപൂർണമായി മനസ്സാ വാചാ കർമ്മണ അംഗീകരിക്കണം. നോക്കൂ, നിങ്ങൾ അതനുസരിക്കുകയും വേണം. അല്ലാത്തടത്തോളം നിങ്ങൾ മുഅ്മിനാവൂലെന്ന്. സുബ്ഹാനല്ലാഹ്, എല്ലാ മനുഷ്യരെക്കാളും അവരുടെ എല്ലാ ബന്ധങ്ങളെക്കാളും കൂടുതൽ ബന്ധവും സ്നേഹവും പരിഗണനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉണ്ടായിരിക്കണമെന്നത് ഈമാനിന്റെ ധാർമ്മികതയാണ്. പ്രിയപ്പെട്ടവരെ, ആഖിറത്തിന്റെ രക്ഷയ്ക്കത് അനിവാര്യമാണ്. മുഹമ്മദ് നബിക്ക് വഴിപ്പെടുക എന്നത് പരലോക രക്ഷയ്ക്ക് പ്രധാനമായ വിഷയമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളാകുന്ന അധ്യാപനങ്ങളെ നാം അറിയുകയും അതിനെ പിന്തുടരുകയും വേണ്ടതുണ്ട്. നോക്കൂ, നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപനം എന്താണ്? രണ്ട് പ്രമുഖരായ സ്വഹാബികൾക്ക് റളിയല്ലാഹു തആല അൻഹും അവർക്ക് നൽകിയ ഉപദേശങ്ങളിൽ ഇതുണ്ട്. ഒന്നാമത്തത് മഹാനായ മുആദ് റളിയല്ലാഹു തആല അൻഹു. മുആദിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ കാര്യം എന്താ? യാ മുആദ്, അതദരീ മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് വമാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്. ഓ മുആദേ, അടിമകൾക്ക് മീതെയുള്ള അല്ലാഹുവിന്റെ അവകാശങ്ങൾ എന്താണെന്ന് താങ്കൾക്കറിയാമോ? അതുപോലെ അല്ലാഹുവിങ്കിൽ നിന്ന് അടിമകൾക്കുള്ള അവകാശങ്ങൾ എന്താണെന്ന് താങ്കൾക്കറിയാമോ? ഖുൽതു അല്ലാഹു വറസൂലുഹു അലം. സഹാബികൾ അങ്ങനെയാണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞു കൊടുക്കാം. ഖാല ഹഖ്ഖുല്ലാഹി അലൽ ഇബാദി അൻ യഅബുദൂഹു. ഹഖ്ഖുല്ലാഹി അലൽ ഇബാദി അൻ യഅബുദൂഹു. അല്ലാഹുവിനോട് യാതൊന്നും പങ്കു ചേർക്കാതെ അവരെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ് അടിമകൾക്ക് മീതെയുള്ള അല്ലാഹുവിന്റെ അവകാശം. ഇനിയോ വല യുശ്രികു ബിഹി ശൈഅ, അവനിൽ യാതൊന്നും പങ്കു ചേർക്കാത്തവരുമായിരിക്കണം നിങ്ങൾ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ് വഹഖുൽ ഇബാദി അലല്ലാഹ്. വഹഖുൽ ഇബാദി അലല്ലാഹ്, അടിമകളുടെ മേൽ അല്ലാഹുവിന്റെ അവകാശം എന്താണ്? അടിമകൾക്ക് അല്ലാഹുവിന്റെ മേലുള്ള അവകാശം എന്താണ്? അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികു ബിഹി ശൈആ. അല്ലാഹുവിനോട് യാതൊന്നും പങ്കു ചേർക്കാത്തവരെ ശിക്ഷിക്കാതിരിക്കുക എന്നതാണ് അടിമകൾക്ക് അല്ലാഹുവിന്റെ മേലുള്ള അവകാശം. അഥവാ തൗഹീദുള്ളവരായി ശിർക്കില്ലാത്തവരായി ജീവിക്കുന്നവർക്ക് അദാബുണ്ടാവില്ല, അവരെ ശിക്ഷിക്കില്ല എന്ന് അല്ലാഹു അവർക്ക് നൽകുന്ന ഒരു ഓഫറാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം വഴിപ്പെടുന്നിടത്ത് ഒന്നാമത് വഴിപ്പെടേണ്ടത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച അഖീദയിലാണ്, വിശ്വാസകാര്യത്തിലാണ്. അതെന്താണ്? തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് നബി വിശ്വസിച്ചതുപോലെ, നബി കൊണ്ടുവന്നതുപോലെ അങ്ങനെ തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. രണ്ടാമത്തെ ഉപദേശം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോടുള്ളത് നമുക്ക് കാണാം. ഈ ഹദീസ് പ്രസിദ്ധമാണ്, നമുക്ക് ഹിഫ്ളുള്ളതാണ്. എന്താണ്? നബി ഇങ്ങനെ തന്റെ കൂടെ യാത്ര ചെയ്യുന്നതിനിടയിൽ ഒട്ടകത്തിന്റെ പുറകിലിരിക്കുന്ന മുആദ് ഇബ്നു അബ്ബാസിനോട് റളിയല്ലാഹു തആലയോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് യാ ഗുലാം എന്ന് വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിൽ കാണാം, ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കണം, നീ സഹായം ചോദിക്കുകയാണെങ്കിലും അല്ലാഹുവിനോട് സഹായം ചോദിക്കണം. ഇബാദത്താകുന്നത് അല്ലാഹുവിനോടേ പാടുള്ളൂ എന്നാണ്. ഇമാം തിർമിദി 3373 നമ്പർ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മൻ ലം യസ്അലില്ലാഹ യഗ്ദബു അലൈഹി. ആരല്ലാഹുവിനോട് ചോദിക്കുന്നില്ലയോ എന്ന് അവനോട് അല്ലാഹു കോപിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹഖിൽ ഒന്നാമത്തേത് എന്താണ്? തൗഹീദാണ്. നോക്കൂ, നിങ്ങൾ അല്ലാഹുവിനോടാണ് ചോദിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ നടപ്പിലാക്കി കാണിച്ച ചര്യ ഏതാണ്? നബിയെ സ്നേഹിക്കുന്നവർ പാലിക്കേണ്ട മര്യാദ ഏതാണ്? ഹിദായത്തിലാക്കാൻ, പാപം പൊറുക്കാൻ, ഹിസാബ് ചുരുക്കാൻ, ശഫാഅത്ത് ലഭിക്കാൻ, ഖബറിലെയും നരകത്തിലെയും ശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കാൻ, സ്വർഗം തരാൻ, ഈ ദുനിയാവിൽ നിഅമത്തുകൾ ലഭിക്കാൻ, ആപത്തുകൾ നീക്കാൻ, രോഗം മാറാൻ തുടങ്ങി
ഈ തേട്ടങ്ങളൊക്കെ അത് പ്രാർത്ഥനയായതിനാൽ, ദുആ അത് ഇബാദത്തായതിനാൽ അത് റബ്ബിനോട് മാത്രമാകണം. ഒരിക്കലും അത് പടപ്പുകളോടാകരുത്. നബിമാരോട് തേടരുത്, ഔലിയാക്കളോട് തേടരുത്, ജാറങ്ങളിൽ മറമാടപ്പെട്ട് കിടക്കുന്ന മഹാരഥന്മാരോട് തേടരുത്. അള്ളാഹുവിനോട് മാത്രമേ തേടാവൂ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഴിപ്പെടുന്നിടത്തുള്ള ഒന്നാമത്തെ കാര്യം തൗഹീദിലാണ്. നോക്കൂ നിങ്ങളെ പ്രിയമുള്ളവരെ, എല്ലാം റബ്ബിനോട് മാത്രം ചോദിക്കുക എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പഠിപ്പിച്ചത്. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് കാണാം, അനുഗ്രഹപൂർണനും അത്യുന്നതനുമായ അള്ളാഹു പറയുന്നതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ധരിക്കുന്നത് അറിയും. യാ ഇബാദി എന്ന് വിളിച്ചിട്ട് അല്ലാഹു പറയും, യാ ഇബാദി. അല്ലാഹു അങ്ങനെ വിളിക്കുകയാണ്, യാ ഇബാദി കുല്ലുക്കും ളാല്ലുൻ ഇല്ലാ മൻ ഹദൈതുഹു ഫസ്തഹദൂനി അഹദികും. എന്റെ ദാസന്മാരെ, എന്റെ അടിയാന്മാരെ, നിങ്ങളെല്ലാവരും വഴിയറിയാത്തവരാകുന്നു, ഞാൻ വഴികാട്ടിയവരൊഴികെ. അതുകൊണ്ട് നിങ്ങൾ എന്റെ മാർഗദർശനം തേടുക, ഞാൻ നിങ്ങൾക്ക് മാർഗദർശനം നൽകാം. 5 നേരം നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അത് പണം കൊടുത്താൽ കിട്ടാത്ത അള്ളാഹ് മാത്രം നൽകുന്ന ഒന്നാണ്. അള്ളാഹു നമ്മളെ ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. രണ്ടാമത്തത് വീണ്ടും അള്ളാഹ് വിളിക്കുകയാണ് ഹദീസിൽ, യാ ഇബാദി, എന്റെ അടിമകളെ, കുല്ലുക്കും ജാഇഉൻ ഇല്ലാ മൻ അത്അംതുഹു ഫസ്തത്ഇമൂനി ഉത്ഇമുകും. നിങ്ങളെല്ലാവരും വിശക്കുന്നവരാണ്, ഞാൻ ഭക്ഷണം നൽകിയവരൊഴികെ, ആഹാരം നൽകിയവരൊഴികെ. സുബ്ഹാനല്ലാഹ്, അതിന്റെ അധീനത അള്ളാഹിന്റെ അടുത്താണ്, റിസ്ഖ് റബ്ബിങ്കലാണ്. ഫസ്തത്ഇമൂനി ഉത്ഇമുകും. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ആഹാരം ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ആഹാരം നൽകാം. നോക്കൂ, അള്ളയാണ് ആഹാരം നൽകുന്നവൻ, അതുകൊണ്ട് അള്ളാഹിനോടാ ചോദിക്കേണ്ടത്. വീണ്ടും കാണാം, യാ ഇബാദി കുല്ലുക്കും ആരിൻ ഇല്ലാ മൻ കസൗതുഹു ഫസ്തക്സൂനി അക്സുകും. എന്റെ അടിമകളെ, നിങ്ങൾ എല്ലാവരും നഗ്നന്മാരാകുന്നു, ഞാൻ ഉടുക്കാൻ കൊടുത്തവരൊഴികെ. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഉടുപ്പ് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉടുപ്പ് നൽകാം. സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറയുന്നതായി നമ്മളെങ്ങനെ അറിയിക്കാൻ. വീണ്ടും കാണുക, യാ ഇബാദി ഇന്നകും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ വഅന അഗ്ഫിറു ദുനൂബ ജമീഅ. എന്റെ ദാസന്മാരെ, നിങ്ങൾ രാവും പകലും തെറ്റ് പ്രവർത്തിക്കുന്നു, ഞാൻ തെറ്റുകൾ പൊറുക്കുന്നു. ഫസ്തഗ്ഫിറൂനി അഗ്ഫിർ ലക്കും. അതുകൊണ്ട് നിങ്ങൾ എന്നോട് തെറ്റ് പൊറുക്കാൻ പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്. നോക്കൂ, നിങ്ങൾ ഈ കാര്യങ്ങൾ മുഴുവനും വിശദീകരിക്കാൻ ഒരായത്ത് ഞാൻ ഉപയോഗിക്കാം. ഈ ആയത്ത് ആരെ സംബന്ധിച്ചാണ്, ഏത് സന്ദർഭത്തിലാണെന്നുള്ളത് ഇത് ഓതുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. മഹാനായ ഇമാമുൽ മുവഹിദീൻ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ. നേരത്തെ പറഞ്ഞ ഹദീസിൽ സൂചിപ്പിച്ച പലതും ഈ ആയത്തിൽ തന്നെ വരുന്നുണ്ട്. എന്താ? الذي خلقني فهو يهدين والذي هو يطعمني ويسقين وإذا مرضت فهو يشفين والذي يميتني ثم يحيين والذي أطمع أن يغفر لي خطيئتي يوم الدين. 26-ാം അധ്യായം സൂറത്ത് ശുഅറ 78 മുതൽ 82 വരെയുള്ള ആയത്തുകൾ. എന്താണ്? അതായത് എന്നെ സൃഷ്ടിച്ചിട്ട് എനിക്ക് മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്നവൻ, എനിക്ക് ആഹാരം തരികയും കുടിനീര് തരികയും ചെയ്തവൻ. വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. ഏതെങ്കിലും ജാറത്തിൽ മറമാടപ്പെട്ടവരാണെന്നല്ല, മൺമറഞ്ഞു പോയ അമ്പിയ ഔലിയാക്കളാണെന്നല്ല. എനിക്ക് രോഗം ബാധിച്ചാൽ അവനാണ് എന്നെ സുഖപ്പെടുത്തുന്നത്, എന്നെ മരിപ്പിക്കുകയും പിന്നീട് ജീവിപ്പിക്കുകയും ചെയ്യുന്നവൻ. പ്രതിഫല നാളിൽ ഏതൊരുവൻ എന്റെ തെറ്റ് പുറത്തു തരുമെന്ന് ഞാൻ ആശിക്കുന്നുവോ അവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഈ ഇബാദത്ത് റബ്ബിന് മാത്രമേ പാടുള്ളൂ. നോക്കൂ, നമ്മള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷക്കാലഘട്ടത്തിൽ ജീവിച്ചിട്ട് ഏറ്റവും അധികം നബിമാര് മുഴുവനും നിർവഹിച്ച ദൗത്യം അത് തന്നെയാണ്. അള്ളാഹുവിന്റെ റസൂലും ഏറ്റവും അധികം കഷ്ടപ്പെട്ടതും പ്രയാസപ്പെട്ടതും മുഴുവനും ഈ ഒരു തൗഹീദിന്റെ വിഷയത്തിലാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന് വഴിപ്പെടുക എന്ന് പറയുന്നിടത്ത് ഏറ്റവും അധികം നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം റസൂലുള്ളാഹിയുടെ വിശ്വാസത്തെ അങ്ങനെ തന്നെ ജീവിതത്തിലേക്ക് പകർത്താനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ കർമ്മങ്ങളുടെ ലോകത്തേക്ക് വന്നാൽ വിശാലമായ ലോകമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കലും, പുരുഷന്മാർ ആണുങ്ങൾ പള്ളിയിൽ തന്നെ പോയി ജമാഅത്തായി തന്നെ നിസ്കരിക്കലും, ക്ഷമ ചോദിക്കുന്നു പലരോടും, അവനവന്റെ താടി നീട്ടി വളർത്തലും, അവനവന്റെ വസ്ത്രം 2 ഞെരിയാണിയുടെ മുകളിൽ തന്നെ കയറ്റി കൊടുക്കലും, ഇസ്ലാമിലെ സ്ത്രീകൾ അവരുടെ ശരീരം മുഴുവനും മൂടുന്ന ജിൽബാബ് പാലിക്കലും തുടങ്ങി അള്ളാഹുവിന്റെ റസൂലിൻ്റെതായി വഴിപ്പെടേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നാം പിൻപറ്റിയാലേ അള്ളാഹുവിന്റെ റസൂലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് സാക്ഷ്യപ്പെടുത്തലാകൂ, അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കലാകൂ. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം എന്താണ്? വജ്തിനാബു മാ നഹാ അൻഹു വസജറ. അള്ളാഹുവിന്റെ റസൂൽ നിരോധിച്ചതിനെയും താക്കീത് നൽകിയതിനെയും ഉപേക്ഷിച്ചുകൊണ്ടും നാം അള്ളാഹുവിന്റെ റസൂലിന് വഴിപ്പെടണം. നബി നിരോധിച്ചതുണ്ട്, അത് നാം നമ്മുടെ ജീവിതത്തിൽ നിരോധിക്കണം. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഴിപ്പെട്ടവനാകൂ. ഷഹാദത്ത് കലിമ ചൊല്ലുമ്പോൾ അത് പൂർണ്ണാർത്ഥത്തിലാകൂ. രണ്ടാമതോ അള്ളാഹിന്റെ റസൂല് താക്കീത് നൽകിയതുണ്ട്, പാടില്ല, തെറ്റാണ്, കുറ്റകരമാണ്, ഒഴിവാക്കേണ്ടതാണ് എന്ന് പറഞ്ഞതുണ്ട്. അതിനെയും നമ്മൾ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. അള്ളാഹുവിന്റെ റസൂലിന് അങ്ങനെ നാം വഴിപ്പെടണം. ആയത്തെന്താ? വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹൂ. 59 അധ്യായം സൂറത്ത് ഹശ്റിന്റെ 7-ാമത്തെ ആയത്ത്. നിങ്ങൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയതെന്തോ അത് നിങ്ങൾ സ്വീകരിക്കുക. എന്തൊന്നിൽ നിന്ന് അദ്ദേഹം നിങ്ങളെ വിലക്കിയോ അതിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുക. എത്ര ആയത്തുകൾ കാണാന്നറിയോ? വിശുദ്ധ ഖുർആനിൽ വീണ്ടും കാണാം, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം. ആകയാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനക്ക് എതിര് പ്രവർത്തിക്കുന്നവർ തങ്ങൾക്ക് വല്ല ആപത്തും വന്നു ഭവിക്കുകയോ വേദനയേറിയ ശിക്ഷ ബാധിക്കുകയോ ചെയ്യുന്നത് സൂക്ഷിച്ചു കൊള്ളട്ടെ. അള്ളാഹിന്റെ റസൂലിന്റെ കൽപ്പനയെ ധിക്കരിക്കുന്നവർക്ക് എന്താണ് വരാനുള്ളത്? വല്ല ആപത്തും വരാം, അല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ വരാം. ദുനിയാവിലും ആഖിറത്തിലും അദാബാണെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. 24 അധ്യായം സൂറത്ത് നൂറിന്റെ 63 കാണാം. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി. ആകയാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനക്ക് എതിരെ പ്രവർത്തിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അൻ അംരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ وهو سبيله ومنهاجه وطريقته وسنته وشريعته. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വഴിയും അദ്ദേഹത്തിന്റെ മൻഹജും അദ്ദേഹത്തിന്റെ ത്വരീഖത്തും അദ്ദേഹത്തിന്റെ സുന്നത്തും അദ്ദേഹത്തിന്റെ ശരീഅത്തുമാണ് എന്ന് മുഫസ്സിറുകൾ ആയത്തിന്റെ തഫ്സീറായി വിശദീകരിക്കുന്നു. മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയാം. എന്താണ് അല്ലാഹു പഠിപ്പിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂല് കൊണ്ട് നിരോധിച്ചതിനെ നാം നിരോധിക്കുകയും താക്കീത് നൽകിയതിനെ നാം എന്ത് ചെയ്യണം? ഉപേക്ഷിക്കുകയും വേണമെന്നാണ്. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു വിഷയമാണ്. എന്താണെന്നറിയോ? 4-ാം അധ്യായം സൂറത്തുൻ നിസാഇന്റെ 115 കാണാം, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം മുഅ്മിനീങ്ങളെ, നല്ല മനസ്സ് കൊടുത്ത് ശ്രദ്ധിക്കണം. എന്തറിയോ? ആരെങ്കിലും തനിക്ക് സന്മാർഗം വ്യക്തമായി കഴിഞ്ഞതിന് ശേഷം ഹിദായത്ത് ഇതാണെന്ന് ഉറപ്പായി, നോക്കൂ, നമ്മൾ ശരിയായ സ്വർഗത്തിലേക്കുള്ള വഴി ഇതാണ് നമുക്ക് മനസ്സിലായി. ഇസ്ലാം അല്ലാതെ രക്ഷയില്ല, ഇസ്ലാം അല്ലാതെ സ്വർഗത്തിലേക്ക് എത്തൂല. കാരണം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. നമുക്ക് ഉറപ്പായി ദീനോണ്ടേ സ്വർഗത്ത് പോകാൻ പറ്റൂ. വേറൊരു സ്വർഗത്തേക്കുള്ള ഒരു ഷോർട്ട് കട്ടും ഇല്ല, ഒരു കുറുക്കു വഴിയില്ല, ഒരു സംഘടനയില്ല, ഒരു കക്ഷിയില്ല, ഒരു നേതാവുമില്ല. സ്വർഗത്തേക്ക് അള്ളാന്റെ ദീനിലൂടെ മാത്രമേ കടന്നു പോകാൻ പറ്റുള്ളൂ. വേറെ ആരുമിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കൂല. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പഠിപ്പിക്കുകയാണ്, ആ ഹിദായത്തിന്റെ മാർഗം വ്യക്തമായി കഴിഞ്ഞതിന് ശേഷവും 2 കാര്യം. ഒന്ന്, ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനെതിരാവുകയും 2 മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗം പിൻപറ്റുകയും ചെയ്താൽ, ഈ 2 കാര്യം, ഹിദായത്ത് ഇന്നതാണ്, സ്വർഗത്തിന്റെ വഴി ഇന്നതാണ്, നരകരക്ഷയുടെ കാര്യം ഇന്നതാണെന്ന് ബോധ്യമായിട്ടും ഒരാൾ അള്ളാന്റെ റസൂലിനെതിരായി മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗം പിൻപറ്റുകയും ചെയ്താൽ 2 ദുരവസ്ഥയാണ് അവന് വരാനുള്ളത്. ഒന്നല്ല പറഞ്ഞു, അവനെ തിരിഞ്ഞിടത്തേക്ക് നാം അവനെ തിരിച്ചു കളയും. എവിടേക്കാണോ തിരിഞ്ഞത് അവിടേക്ക് തിരിച്ചു കളയുന്നതാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് ആ വിഷയം പ്രത്യേകം ചർച്ച ചെയ്യേണ്ടതുണ്ട്. എവിടേക്കാണ് അവൻ തിരിയുന്നത്? കുഫറിലാണോ, നിഫാഖിലാണോ, ഏതിലാണോ? അവൻ അതിലേക്കല്ല വിടുന്നത്.
നോക്ക് നിങ്ങൾ എത്ര മുസ്ലിം നാമധാരികളാണ് അള്ളാഹുവിനെ പരിഹസിക്കുന്ന, റസൂലുള്ളാഹിയെ പരിഹസിക്കുന്ന, പരലോകത്തെ പരിഹസിക്കുന്ന, സ്വർഗത്തെ പരിഹസിക്കുന്ന, അതൊരു വൃത്തികേടിന്റെ കേന്ദ്രമാണെന്ന് പറയുന്ന എത്ര ആളുകളുണ്ട്. അതിലുപരി ഇതൊക്കെ ഉണ്ടോ ഇല്ലേ എന്ന് തന്നെ സംശയത്തിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അത് മറ്റൊരു വിഷയം. അപ്പൊ തിരിച്ചുവിടും. ഒന്ന്. രണ്ടാമത്തതോ അവനെ നാം നരകത്തിലിട്ട് കരിക്കുകയും ചെയ്യും. അത് മോശപ്പെട്ട മടക്ക സ്ഥലം തന്നെയാണ്. ഈ ആയത്തിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒന്ന്, റസൂലിനെതിരാകരുത്. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ. റസൂലുള്ളാഹിനെ ഇത്തിഅഅത്ത് ചെയ്യണം, നബിക്കെതിരാകാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗം പിൻപറ്റരുത്. ഏതാണ് മുഅ്മിനീങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? യഅനി അസ്സഹാബ റിദ്വാനുല്ലാഹി അലൈഹിം. റസൂല്, സഹാബത്ത്, അതാണ് എന്ത്? അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനെതിരാകരുത്, സ്വഹാബത്തിനെതിരാകരുത്. അങ്ങനെ അനന്തരഫലം. അങ്ങനെ എതിരായാൽ ഒന്ന് തിരിഞ്ഞിടത്തേക്ക് തിരിച്ചുവിടും, രണ്ടാമത്തെ നരകത്തിലിട്ട് കരിക്കുകയും ചെയ്യും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, മാ നഹൈതുകും അൻഹു ഫജ്തനിബൂഹു വമാ അമർതുകും ബിഹി ഫഫ്അലൂ മിൻഹു മസ്തതഅതും. ഞാൻ നിങ്ങളോട് വിരോധിച്ചത് മുഴുവനും നിങ്ങൾ കൈയൊഴിയുക. ഞാൻ എന്തൊക്കെ നിങ്ങളോട് വിരോധിച്ചിട്ടുണ്ടോ അത് മുഴുവനും നിങ്ങൾ ഒഴിവാക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതാകട്ടെ നിങ്ങൾ കഴിവിന്റെ പരമാവധി പ്രവർത്തിക്കുക. വിശുദ്ധ ഖുർആനും പ്രയോഗിച്ച അതേ പദമാണ്. അള്ളാഹു ഖുർആനിലൂടെ പ്രയോഗിച്ച ഫത്തഖുല്ലാഹ മസ്തതഅതും, കഴിവിന്റെ പരമാവധി. ഒഴിവാക്കാൻ പറഞ്ഞിടത്തോ പൂർണ്ണമായി. ഇപ്പോ നമ്മളെ മലയാള ഭാഷയിൽ പറഞ്ഞ, സാധാരണ ഭാഷയിൽ പറഞ്ഞ അപ്പളൊക്കെ അപ്പളെന്ന് പറയില്ലേ, അപ്പൊ തന്നെ ഒഴിവാക്കണം. പിന്നെ വെക്കാൻ പാടില്ല. നാളെ ആകട്ടെ, മറ്റന്നാകട്ടെ, ഈ ആഴ്ചയിൽ കഴിഞ്ഞോട്ടെ, എന്നിട്ട് നന്നാകാം, അങ്ങനെയല്ല, അപ്പൊ തന്നെ ഒഴിവാക്കണം. നല്ല കാര്യങ്ങളോ കഴിവിന്റെ പരമാവധി. നോക്കൂ നിങ്ങൾ, ഇവിടെ നിരോധങ്ങൾ വിരോധിച്ചത് മുഴുവനും കൈയൊഴിയണമെന്നാണ്. അപ്പൊ ഒന്നാമത് നമുക്ക് പരിശോധിക്കുന്ന നിരോധനങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനിലേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുസുന്നത്തിലേക്കും കടന്നു വന്നാൽ നാം കാണുന്ന ചില ചിത്രങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില സംഗതികളുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ച നിരവധി കാര്യങ്ങളുണ്ട്. എന്താ? മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, പലിശയുമായി ബന്ധപ്പെടരുത്, അന്യന്റെ മുതൽ അപഹരിക്കരുത്, ഹറാമാകുന്ന ഭക്ഷണങ്ങൾ കഴിക്കരുത്, ചതിക്കരുത്, വഞ്ചിക്കരുത്, പീഡിപ്പിക്കരുത്, ശപിക്കരുത്, കളവ് പറയരുത്, തെറി പറയരുത്, നിജസ്ഥിതി അറിയാതെ വാർത്തകൾ പ്രചരിപ്പിക്കരുത്. ആ പെണ്ണല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്, ഓനല്ലെങ്കിലും അങ്ങനെ തന്നെ. നമുക്ക് പണ്ടേ തോന്നിക്കണം, നിങ്ങൾക്ക് പറയില്ല, നമ്മള് പാടില്ല. അതുപോലെ രക്ഷിതാക്കളെ, മാതാപിതാക്കളെ ദ്രോഹിക്കരുത്, അവരെ നിന്ദിക്കരുത്, അവരോട് അനുസരണക്കേട് കാണിക്കരുത്, ഛേ എന്ന് പോലും പറയരുത്. നിരോധിച്ചത് എത്രയാ! അതുപോലെ പ്രിയമുള്ളവരെ, ഇണകളോട് മോശമായി പെരുമാറരുത്, അവരെ പരിഹസിക്കരുത്. അനുസരണക്കേട്, ഭർത്താവിനോട് അനുസരണക്കേട് കാണിക്കരുത്, ഹറാമാകുന്ന രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത്. വിശദീകരിക്കുന്നില്ല പൂർണ്ണമായി, കൂടുതലായി. പല പുതിയ തോന്നിവാസങ്ങളുണ്ട് നാട്ടില്. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചതല്ല, പക്ഷെ പറയേണ്ടി വരണമെന്നറിയോ? നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ ഇപ്പൊ വന്നൊരു സംഗതി, വാട്സപ്പ് കൂട്ടായ്മകൾ. യൗദുബില്ല, വലിയ അബദ്ധമുണ്ടതില്. ഏതോ 85 അല്ലെങ്കിൽ 70 ബാച്ച് വയസ്സന്മാരും വയസ്സത്തികളും, ഓൾഡ് ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ. അവിടെ ആലോചിച്ച് നോക്കി. എന്നിട്ട് 42 അല്ലെങ്കിൽ 52 വയസ്സുള്ള തള്ളിയും 52 വയസ്സുള്ള ഒരു വാപ്പിയും, രണ്ട് കുടുംബമായി, 2 മക്കളായി ജീവിക്കാൻ. എന്നിട്ടോ അതില് കമന്റ് വരാണ്, അവരെ 16ാമത്തെ വയസ്സിലെ അവർ തമ്മിലുള്ള ഇഷ്ടത്തെ പറ്റി. കുടുംബം തകർക്കാൻ വേറെന്തെങ്കിലും വേണോ? എന്തൊക്കെ തോന്നിവാസങ്ങളാ മനുഷ്യന്മാരുണ്ടാക്കി ചെയ്യണം. ഇങ്ങനെ ഒരുപാട് തെറ്റിത്തരത്ത്, എന്താ പറയാ, ഹറാമുകൾ, തോന്നിവാസങ്ങൾ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ച എത്രമാത്രം കാര്യങ്ങൾ. എന്നിട്ടും ഈ ഹറാമുമായി ജീവിക്കുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഴിപ്പെടാത്തവരും അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന സാക്ഷിത്വത്തെ, ആ സാക്ഷിത്വത്തോട് നീതി പുലർത്താത്തവരുമാണ്. അതോടൊപ്പം അവർ നബിയുടെ മഹത്വം, അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠത, അദ്ദേഹത്തിന്റെ പ്രത്യേകത അത് അംഗീകരിക്കാത്തവരുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഴിപ്പെടുന്ന സ്വാലിഹീങ്ങളിൽ നമ്മെ നമ്മുടെ അഹ്ലുകാരി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും അസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കതീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل وسلم على نبينا محمد
ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മാ നഹൈതുകും അൻഹു ഫജ്തനിബൂ, ഞാൻ നിങ്ങളോട് വിരോധിച്ചത് മുഴുവനും നിങ്ങൾ കൈയൊഴിയുക. വമാ അമർതുകും ബിഹി ഫഫ്അലൂ മിൻഹു മസ്തതഅതും, ഞാൻ കൽപ്പിച്ചതാകട്ടെ നിങ്ങൾ കഴിവിന്റെ പരമാവധി പ്രവർത്തിക്കുക. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിച്ച എത്രമാത്രം കാര്യങ്ങൾ! തൗഹീദിന് പുറമെ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം, അതുപോലെ സക്കാത്ത്, അതുപോലെ നോമ്പ്, ഹജ്ജ്, ഉംറ, ഫിത്ർ, സക്കാത്ത് തുടങ്ങി ഇബാദത്തിന്റെ എത്ര തലങ്ങൾ! അതിലപ്പുറത്തേക്ക് ഇടപാടുകളുമായി ബന്ധപ്പെട്ട, രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ട, ഇണകളും മക്കളും കുടുംബങ്ങളും അയൽപ്പക്കങ്ങളും സമൂഹവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ! ആയിരക്കണക്കിന് ഹദീസുകളിലെ ഓരോ വിഷയത്തിലും എത്ര സംഭവങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട, പാലിക്കേണ്ട മര്യാദകളെ പറ്റി. കൂടാതെ ജീവജാലങ്ങളെ സംബന്ധിച്ച്, അല്ലേ, ജീവജാലങ്ങളെ സംബന്ധിച്ച്, പ്രകൃതിയെ സംബന്ധിച്ച്, വെള്ളം ഉപയോഗിക്കേണ്ട രീതിയെ സംബന്ധിച്ച് നമ്മളെ ഹദീസ് എഴുതി വെക്കാറില്ലേ, ഹൗലും കരയിൽ അല്ലെങ്കിൽ പൈപ്പിന്റെ ചോട്ടിൽ, നീ ഒഴുകുന്ന പുഴയുടെ തീരത്താണെങ്കിലും അമിതമായി ഉപയോഗിക്കരുത്. നമ്മൾ എത്ര ഉപയോഗിക്കില്ല, ടാങ്ക് ഇങ്ങനെ നിറഞ്ഞു പോയാലും നമുക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. 2 ദിവസം കറണ്ട് ഇല്ലെങ്കിലോ നമ്മളെല്ലാവരും ശ്രദ്ധിക്കും. പിന്നെ നമ്മളത് മറന്നോ? അത് മനസ്സിലാക്കി ഏതെല്ലാം മേഖലയിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശങ്ങൾ, വഴിവക്കുകളിൽ പാലിക്കേണ്ട മര്യാദകൾ, വഴിയിലിരിക്കരുതെന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ സഹാബികൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഇരിക്കാതെ നിർവാഹമല്ല നബി. ചിലർ പറഞ്ഞു സഹാബികളുടെ കൂട്ടത്തിൽ. അപ്പൊ നബി പറഞ്ഞു, നിങ്ങൾ 2 കാര്യം പാലിക്കണം. ഒന്നെന്താ? നിങ്ങൾ കണ്ണിനെ താഴ്ത്തണമെന്നാണ്. കാരണം കണ്ണുകൊണ്ടാണ് എല്ലാ ഹറമും. അപ്പോൾ കണ്ണുകൊണ്ടുള്ള നോട്ടം അതെന്താണ്? ജിനയിൽപ്പെട്ടതല്ലേ, ജിനയുടെ ഭാഗമാണ്. കണ്ണുകൊണ്ട് നോക്കുക, അന്യ സ്ത്രീയിലേക്ക് അന്യ പുരുഷനിലേക്ക് വഴിയിലിരുന്നതുണ്ടാവും. രണ്ടാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ? അംറു ബിൽ മഅറൂഫ് വനഹ്യു അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. അവിടെ നടിച്ചേക്ക് ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർ, ആൺകുട്ടികൾ, വയോധികർ അടക്കം എല്ലാവരും വഴിവക്കിലിരിക്കുന്നത്, റോട്ടിലിരിക്കുന്നത്, ആളുകൾ പോകുന്നിടത്തിരിക്കുന്നത് ഈ കാര്യത്തിനാണോ? അല്ല, നിരോധനം. അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ച കാര്യമാണ്, പാടില്ല. ഇരിക്കുകയാണെങ്കിലോ നിങ്ങൾ ഷർത്ത് പാലിക്കണം. ഓക്കെ, എത്ര മേഖല ഞാൻ പറഞ്ഞു. ജീവജാലങ്ങളുമായി ബന്ധപ്പെട്ട മേഖല, ഒട്ടകത്തെ നേരാവണ്ണം ശുശ്രൂഷിക്കാതെ മെലിഞ്ഞുണങ്ങിയ ഒട്ടകം അള്ളാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്താണ്. മുഅ്ജിസത്തുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ അടുത്ത് നിന്ന് പരാതി പറയാൻ. ആ ഒട്ടകത്തിന്റെ കണ്ണീര് കണ്ട് അപ്പൊ നബി ചോദിക്കുകയാണ്, അതിന്റെ ഉടമസ്ഥനാരാണ്? ഉടമസ്ഥനെ പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒട്ടകത്തിന്റെ ഗൗരവത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ആധുനിക കാലത്ത് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരിൽ പ്രസിദ്ധനായ ഇമാം മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി ഏതുവരെ പറഞ്ഞെന്ന് നിങ്ങൾ, നമ്മൾ എലിയെ പിടിക്കൂലേ, എലിയെ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ആ കൂട്ടിലിടും. അല്ലെങ്കിൽ എലിയെ പിടിച്ച് എലിനെ ട്രാപ്പ് ചെയ്യാൻ പറ്റുന്ന എന്താണോ അത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ആ എലി ആ ട്രാപ്പിൽ കിടന്ന് 2-3 ദിവസമൊക്കെ ഭക്ഷണം വെള്ളാതെ കിട്ടാതെ മരിച്ചാൽ അതുപോലും കുറ്റമാണെന്നാണ്. കൊല്ലണ്ട ജീവിയാ, പക്ഷെ അതിനോട് പോലും കാരുണ്യം കാണിക്കണമെന്ന് ഇസ്ലാം. സുബ്ഹാനല്ലാഹ്. ഏതെല്ലാം വിഷയത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പന, എല്ലാറ്റിലും നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനക്ക് കഴിവിന്റെ പരമാവധി വഴിപ്പെടണം. വമാ ആതാകും റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹു, നിങ്ങൾക്ക് റസൂൽ നൽകിയതെന്തോ അത് നിങ്ങൾ സ്വീകരിക്കുക, എന്തൊന്നിൽ നിന്ന് അദ്ദേഹം നിങ്ങളെ വിലക്കിയോ അതിൽ നിങ്ങൾ പൂർണ്ണമായും മാറി നിൽക്കുക, വിട്ടു നിൽക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതാണ്. നമ്മോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മോട് അത് കൽപ്പിച്ചിട്ടുണ്ട്. ഒരു ആയത്ത് കൂടി ഓർമ്മപ്പെടുത്താണ്, വയുഹില്ലു ലഹുമുത് തയ്യിബാത് വയുഹദ്ദിമു അലൈഹിമുൽ ഖബാഇസ്. 7-ാം അധ്യായം സൂറത്ത് അറാഫ് 157. അദ്ദേഹം നിങ്ങൾക്ക് തയ്യിബാത്തുകളൊക്കെ ഹലാലാക്കി തന്നു, ഖബായിസുകൾ മ്ലേച്ഛമായ കാര്യങ്ങളൊക്കെ അദ്ദേഹം നിങ്ങൾക്ക് ഹറാമാക്കിയതാണ്. തയ്യിബാത്തുകൾ നമ്മൾ ഭക്ഷണമായാലും വസ്ത്രമായാലും എല്ലാറ്റിലും എന്തെക്കണം? ഹലാലും തയ്യിബുമാകണം. അതേ അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു അതേ സ്വീകരിക്കും. നോക്കി നിങ്ങൾ, പാല് ഹലാൽ, വയുഹില്ലു ലഹുമുത് തയ്യിബാത് വയുഹദ്ദിമു അലൈഹിമുൽ ഖബായിസ്. പാല് ഹലാൽ, കള്ള് ഹറാം. അല്ലേ? പണ്ഡിതന്മാർ എത്രത്തോളം പറഞ്ഞു പുകവലിയെ സംബന്ധിച്ച്, അതുപോലെ മറ്റ് പാൻപരാക്കിനെ സംബന്ധിച്ച്, നമ്മുടെ ചെറുപ്പക്കാരിൽ പലരും ഉപയോഗിക്കുന്ന പലതിനെ സംബന്ധിച്ചും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടില്ലേ? ഇതിലേക്ക് ചേർത്തിയിട്ട് ഇതുപോലെ ധാരാളം കാര്യങ്ങൾ. കച്ചവടം ഹലാൽ, പലിശ ഹറാം. ആളുകള് ജാഹിലിയത്തെ മക്കത്തെ മുശ്രിക്കുകൾ ചെയ്ത അതേ പരിപാടി ഒന്നും ചെയ്യാൻ, ഏതൊരു ഹലാലാണെന്ന് പറഞ്ഞ കച്ചവടം അത് പരിപോഷിപ്പിക്കാൻ ഹറാമായ പലിശയെ കൂട്ടുപിടിക്കാൻ അള്ളാഹുവിന്റെ ഖുർആൻ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് പറയുന്നത്. അദ്ദേഹം നിങ്ങൾക്ക്
തൊയ്യിബാത്തുകൾ വിശിഷ്ടമായതൊക്കെ അനുവദിച്ചെന്നോ മ്ലേച്ഛമായതൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു? നിങ്ങൾക്ക് വേണ്ടി ഹറാമാക്കി. അത്രത്തോളം നമ്മോട് കരുണ കാണിച്ച, നമുക്ക് നമ്മുടെ സ്വർഗത്തിലേക്ക് നയിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ വിശദീകരിച്ച അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഒരു വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ, അദ്ദേഹത്തെ അനുസരിക്കൽ നിർബന്ധമാണ്. അത് ദീനാണ്, അത് റബ്ബിനുള്ള അനുസരണവും കൂടിയാണ്. അള്ളാഹുവിന്റെ റസൂലിനെ ആരനുസരിക്കുന്നുവോ തീർച്ചയായും അവർ അള്ളാഹുവിനനുസരിച്ചു. റസൂലുള്ളാഹിക്കുള്ള അനുസരണം അള്ളാഹ്ക്കുള്ള അനുസരണമാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയാൻ. എന്നിട്ടോ ആര് പിന്തിരിഞ്ഞുവോ അവരുടെ മേൽ കാവൽക്കാരനായി താങ്കൾ നാം നിയോഗിച്ചിട്ടില്ല റസൂലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായി അനുസരിക്കുന്നവരും വഴിപ്പെടുന്നവരും സ്നേഹിക്കുന്നവരും അദ്ദേഹത്തിന്റെ മഹത്വത്തെ അംഗീകരിച്ചത് പാലിക്കുന്നവരും അള്ളാഹുവിന്റെ റസൂലിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നവരുമായി നാം മുന്നോട്ട് പോവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് മാറവട്ടെ. എല്ലാവിധ ഫിത്നകളിലും ഫസാദുകളിലും അള്ളാഹു നമുക്ക് മാറവട്ടെ. യഥാർത്ഥ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിലൂടെ ജീവിച്ചു മരിക്കാൻ അള്ളാഹു തൗഫീഖ് മാറവട്ടെ. ശാരീരിക, മാനസിക, സാമ്പത്തിക വിഷമതകൾ അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പലരും രോഗികളാണ്. രോഗികളായതിന്റെ പേരിൽ ശിഫക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടവരുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇന്ന് 2 മരണവാർത്തകൾ നമ്മുടെ മുന്നിലുണ്ട്. ഒന്ന്, ലോകത്തറിയപ്പെട്ട ഒരു വലിയ പണ്ഡിതൻ, ഹദീസ് പണ്ഡിതനും മക്കയിലെ ദാറുൽ ഹദീസിലെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഹെഡുമായ ബഹുമാന്യൻ അലി ആദം എത്യോപ്പി റഹിമഹുല്ലാ, അദ്ദേഹം മരണപ്പെട്ടു. ലോകത്തറിയപ്പെട്ട പണ്ഡിതന്. അതുപോലെ നമ്മുടെ സഹോദരൻ, അദ്ദേഹം ബൈക്ക് ആക്സിഡന്റിൽ മരണപ്പെട്ടു. അല്ലാഹു അവരുടെ ഖബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ, സ്വർഗ്ഗപൂന്തപ്പാക്കി കൊടുക്കുമാറാവട്ടെ, മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ഏത് നിമിഷവും എവിടെ വെച്ച് നമ്മളും മരിക്കാം. അള്ളാഹു ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു ഈ രോഗത്തിന്റെ കെടുതിയിൽ നിന്നും വ്യാപനത്തിൽ നിന്നും നമ്മുടെ നാടിനെയും നമ്മളെയും അള്ളാഹു കാക്കുമാറാവട്ടെ. അള്ളാഹു ലോകത്ത് ഉമ്മത്ത് മുസ്ലിമുക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ശത്രുക്കളുടെ ചട്ടുകങ്ങളിൽ നിന്ന് അള്ളാഹു ഈ സമുദായത്തെ കാക്കുമാറാവട്ടെ. ഇസ്സത്തോടുകൂടി ദീന് പഠിച്ചും പാലിച്ചും പകർത്തിയും അത് പ്രബോധനം ചെയ്തും ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. اللهم صل وسلم على نبينا محمد.